നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 298th day. Today 69th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 298-ാം ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 69ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 69ാമത്തെ ശ്ലോകം. ഹിംസഃ ശസ്ത്രധാരീജ ദീനാന്താനാം പ്രഭീഡക ചണ്ഡാളാഭിരതോ നിത്യം പാശഹസ്തശ്ച സംഗത. ഓം തത്സത്. ഹിംസഃ ശസ്ത്രധാരീജ ദീനാന്താനാം പ്രഭീഡക ചണ്ഡാളാഭിരതോ നിത്യം പാശഹസ്തശ്ച സംഗത. ഓം തത്സത്. കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിലായി ദുന്ദുകാരിയുടെ ദുഷ്ട സ്വഭാവമാണ് വർണ്ണിക്കുന്നത്. എപ്രകാരമാണോ ദുന്ദുലിയുടെ ചീത്ത സ്വഭാവങ്ങൾ 6-7 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞത്, അതുപോലെ ഈ ദുന്ദുകാരി മോശം സംസർഗത്തിലുണ്ടായ ഈ ദുന്ദുകാരി എത്രത്തോളം ദുഷ്ടനും മോശവുമായിരുന്നു എന്നാണ് കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ പറയുകയാണ്, അവൻ പ്രാണികളെ ഹിംസകനായിരുന്നു, ശസ്ത്രധാരി, ആയുധം ധരിക്കുന്നവനും എപ്പോഴും ആയുധം എടുത്ത് നടക്കുന്നവനായിരുന്നു, ദീനന്മാരും അന്ധന്മാരുമായിട്ടുള്ളവരെ പീഡിപ്പിക്കുന്നവനായിരുന്നു, ദ്രോഹിക്കുന്നവനായിരുന്നു. പിന്നെ ചണ്ടാളന്മാരോടുകൂടി എപ്പോഴും രസിക്കുന്നവനും കയ്യിൽ കയർ പിടിച്ച് നടക്കുന്നവനും, പാശം കയർ കയ്യിൽ പിടിച്ച് നടക്കുന്നവനും ക്രൂര സംസർഗം ഉള്ളവനും ആയിരുന്നു. ഒരു മനുഷ്യൻ എത്രത്തോളം അധപ്പതിക്കാം അത്രത്തോളമാണ് ഈ ബ്രാഹ്മണകുമാരൻ ആത്മദേവൻ്റെ പുത്രനായിട്ടുള്ള ദുന്ദുലിയുടെ പുത്രൻ, അതായത് അവളുടെ അനുജത്തിയുടെ പുത്രനാണ്. ആ പുത്രനെ അവൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അവൻ്റെ ദോഷങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്, ക്രൂര സ്വഭാവങ്ങൾ ഈ ശ്ലോകത്തിലൂടെ പറയുകയാണ്. അത്രയ്ക്കും മോശ സ്വഭാവമാണ് എല്ലാവരെയും ഹിംസിക്കുന്നവനും എപ്പോഴും ആയുധം ധരിച്ച് നടക്കുന്നവനും ദീനന്മാരെയും അന്ധന്മാരെയും ദ്രോഹിക്കുന്നവനും ചണ്ടാളന്മാരോടുകൂടി രമിക്കുന്നവനും നിത്യം കയർ കയ്യിൽ പിടിച്ച് നടക്കുന്നവനും ക്രൂര സംസർഗമുള്ളവനും ആയിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഹിംസക ശസ്ത്രധാരീജ ദീനാന്താനാം പ്രഭീഡക ചണ്ഡാളാഭിരതോ നിത്യം പാശഹസ്തശ്ച സംഗത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം സമർപ്പിക്കുന്നു. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.